മക്കത്താണല്ലോ കേട്ടോ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ഉംറ ചെയ്യാനാണ് കേട്ടോ. ഇറാൻ കെട്ടാൻ വേണ്ടിയിട്ട് ജിറാന പള്ളിക്കൊക്കെയാണ് പോണത്. മീക്കാത്തേക്ക് 25 കിലോമീറ്ററോളം മക്കത്തുനിന്ന് പോകുന്നുണ്ട്. പോണടിയിലാണ് ജബൽഹൂറും മലയൊക്കെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വരും ദിവസങ്ങളിൽ പറഞ്ഞുള്ള ജബൽ റഹ്മ മലൻ്റെ അവിടെ എത്തിക്കണം കേട്ടോ. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പ്രസംഗിച്ചത്. ഹജ്ജിൻ്റെ മെയിൻ കർമ്മമാണ് അർഫ ദിനം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടിരിക്കണേ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഇവിടുന്ന് സമയമായതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ മേലേക്ക് കയറ്റി താഴത്തുനിന്ന് കണ്ടു. അർഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ, 10-12 കിലോമീറ്ററോളം ചുറ്റളവിൽ വരുന്നതാണ് ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹജ്ജിൻ്റെ സമയത്തൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, അമ്മാതിരി തിരക്കാണ്. അർഫ എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദം നബിനെ ഹവ്വാ ബീവിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി വിട്ടതിന് ശേഷം ഭൂമിയിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലമാണ് അർഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നേരെ ജിറാന പള്ളിക്കൊക്കെ എത്തിക്കണം കേട്ടോ, ഇറാൻ കെട്ടാൻ വേണ്ടി. ഹുനൈൻ യുദ്ധത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഇവിടെ വന്നിട്ടാണ് ഇറാൻ കെട്ടിക്കണത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും.